ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് 2 phases ഓഫ് എ കമ്പൈലറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കോഡ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ വരെ നമ്മൾ എത്തിയിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോഡ് ഓപ്റ്റിമൈസേഷനാണ്. അത് കഴിഞ്ഞാൽ ഓപ്റ്റിമൈസ്ഡ് കോഡിൽ നിന്ന് കോഡ് ഫൈനലി നമുക്ക് ടാർഗറ്റ് കോഡ് അല്ലെങ്കിൽ മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഫേസസ്. ഫസ്റ്റ് 3 നമ്മൾ അനാലിസിസ് ആണെന്ന് പറഞ്ഞു, ആൻഡ് ലാസ്റ്റ് 3 ആണ് നമ്മൾ സിന്തസിസ് ഫേസുകൾ എന്ന് പറയുന്നത്. അതിൽ സെമാൻറ്റിക് അനാലിസിസ് കഴിയുമ്പോൾ, അതായത് ഫസ്റ്റ് 3 സ്റ്റെപ്സ് കഴിയുമ്പോൾ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ 3 അഡ്രസ് കോഡാണ് നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനിലെ മാക്സിമം 3 അഡ്രസ്സുകളെ പോസിബിൾ ആകും. അപ്പോൾ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ആ 3 അഡ്രസ് കോഡ് നമ്മൾ ടെമ്പററി വേരിയബിൾസ് നമ്മൾ റിക്വയർമെൻറ്റ് അനുസരിച്ച് ജനറേറ്റ് ചെയ്ത് പോകുന്നു. ഈ നെക്സ്റ്റ് 2 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 3 ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ആ പർട്ടിക്കുലർ കമ്പോണൻറ്റിനെ നെക്സ്റ്റ് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് കോഡിലെ ഒഴിവാക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ ഒഴിവാക്കി, അല്ല അതുപോലെ ആവശ്യമില്ലാത്ത ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള ടെമ്പററി വേരിയബിൾസിനെ ഒഴിവാക്കി നമ്മൾ കോഡ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് റൺ ചെയ്യുന്ന രീതിയിലാക്കി മാറ്റുക. അതാണ് നമ്മൾ കോഡ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കോഡ് ഓപ്റ്റിമൈസേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ജനറേഷനാണ്. അവിടെ നമ്മൾ കറസ്പോണ്ടിങ് ടാർഗറ്റ് കോഡ് അല്ലെങ്കിൽ മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോഡ് ഓപ്റ്റിമൈസേഷൻ ഫേസിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഇംപ്രൂവ് ദ ഇൻ്റർമീഡിയറ്റ് കോഡ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമ്മൾ 3 അഡ്രസ് കോഡ് അല്ലെങ്കിൽ ഏത് മെത്തേഡാണോ നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ആ അപ്രോച്ച് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത ഇൻ്റർമീഡിയറ്റ് കോഡിനെ ഇംപ്രൂവ് ചെയ്ത് അത് ഫാസ്റ്റായിട്ട് നമുക്ക് മെഷീൻ കോഡിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് കോഡ് ഓപ്റ്റിമൈസേഷൻ്റെ പർപ്പസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലുള്ള പാർട്സ് ട്രീയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സെമാൻറ്റിക് അനാലിസിസ് കൊണ്ട് കഴിഞ്ഞിട്ടുള്ള ട്രീ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇൻടു റിയൽ കൺവേർഷൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ടൈപ്പ് ചെക്കിങ് നോർമലി നടത്തുന്ന ഏത് ഫേസിലായിരിക്കും? സെമാൻറ്റിക് അനാലിസിസ് ഫേസിലാണ്. അപ്പോൾ ഇവിടെ റിയൽ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 3 ഐഡൻറ്റിഫയേഴ്സ് ID1, ID2, ID3 അത് 3 റിയൽസ് ആയിട്ടാണ്, റിയൽ വാല്യൂസ് അല്ലെങ്കിൽ റിയൽ ഡേറ്റ ടൈപ്പ് ഉള്ള വേരിയബിൾസ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ 16 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ റിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു പർട്ടിക്കുലർ ട്രീയിൽ നിന്ന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റർമീഡിയറ്റ് കോഡിൽ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്തതാണ് താഴെ കാണുന്നത്. ഇവിടെ നമുക്ക് ഈ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളൊരു സാധാരണ ഒരു നോർമൽ അൽഗോരിതം ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ ഈ ട്രീയിലുള്ള ഓരോ ഓപ്പറേറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ആഡപ്പ് ചെയ്യുന്നത്. സോ എ നാച്ചുറൽ അൽഗോരിതം ജനറേറ്റ്സ് ദ എബോവ് ഇൻ്റർമീഡിയറ്റ് കോഡ് യൂസിങ് ആൻ ഇൻസ്ട്രക്ഷൻ ഫോർ ഈച്ച് ഓപ്പറേറ്റർ ഇൻ ദ ട്രീ റെപ്രസെൻറ്റേഷൻ ആഫ്റ്റർ ദ സെമാൻറ്റിക് അനാലിസിസ്. നമ്മൾ സെമാൻറ്റിക് അനാലിസിസ് കഴിഞ്ഞിട്ടുള്ള ട്രീ റെപ്രസെൻറ്റേഷനിലെ ഓരോ ഓപ്പറേറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്ന കൺവേർഷൻ എന്താണ്? ഇൻടു റിയൽ കൺവേർഷൻ. അപ്പോൾ അതിനെ നമ്മൾ ചെയ്തു ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കണം? ഈ ID1 എന്ന് പറഞ്ഞ ഇതാണ്, ID2 എന്ന് പറഞ്ഞ ഇതാണ്, ID3 എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ തേർഡ് ഐഡൻറ്റിഫയർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? തേർഡ് ഐഡൻറ്റിഫയറും ഈ കൺവേർട്ട് ചെയ്ത വാല്യൂവും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അത് വേറൊരു ടെമ്പററിയിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ഓപ്പറേറ്റർ എന്താണ്? അഡീഷനാണ്. അപ്പോൾ അഡീഷനിൽ എന്തുമായിട്ടാണ് ചെയ്യേണ്ടത്? ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ID2. അപ്പോൾ ID2വും ഈ എൻ്റയർ റിസൾട്ടുമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ID2 + temp2. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേഷനാണ്. സോ ID1ലേക്ക് എന്ത് അസൈൻ ചെയ്യണം? ഈ എൻ്റയർ എക്സ്പ്രഷൻ്റെ വാല്യൂ അസൈൻ ചെയ്യണം. സോ ID1 = temp3. അപ്പോൾ ഇതാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ 3 അഡ്രസ് കോഡ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്ത കോഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഇൻസ്ട്രക്ഷനിൽ മാക്സിമം 3 അഡ്രസ്സുകളെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 3-ൽ കൂടുതൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും വരുന്നില്ല. പിന്നെ ടെമ്പററി വേരിയബിൾസ് നമ്മളെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്ത് പോവുകയാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ കോഡ് ഓപ്റ്റിമൈസേഷൻ ആകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ടെമ്പററി വേരിയബിൾസിനെ ഒഴിവാക്കി ആ കോഡ് കുറച്ചും കൂടി ബെറ്റർ ആക്കി മാറ്റുന്നു. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോർമലി നമ്മളുടെ സെമാൻറ്റിക് അനാലിസിസ് കഴിഞ്ഞിട്ടുള്ള ട്രീയിൽ നിന്ന് നമ്മൾ ഈ ഓരോ ഓപ്പറേറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് അസൈൻമെൻ്റ് ഉണ്ട്, അഡീഷനുണ്ട്, മൾട്ടിപ്ലിക്കേഷനുണ്ട്. അപ്പോൾ അതിനെല്ലാം ഓരോന്നിനും എന്ത് വരുന്നുണ്ട്? ഓരോ ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മളുടെ ഇൻടു റിയൽ കൺവേർഷനും ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഓരോ ഓപ്പറേഷനും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് ആഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയതിൻ്റെ അകത്ത് 4 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ 4 ഇൻസ്ട്രക്ഷൻ ഇല്ലാണ്ട് നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ടെമ്പററി വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കോഡ് ഓപ്റ്റിമൈസേഷൻ ഫേസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻ്റർമീഡിയറ്റ് കോഡിൻ്റെ ഓപ്റ്റിമൈസ്ഡ് കോഡാണ് ഈ താഴെ കാണുന്നത്. അല്ല, ഓപ്റ്റിമൈസ്ഡ് കോഡ് ഫോർ ദ ഇൻ്റർമീഡിയറ്റ് കോഡ് ഈസ് എസ് ഫോളോസ്. ഇവിടെ നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാറി. അത് മാത്രമല്ല ഇവിടെ നമുക്ക് 3 ടെമ്പററി വേരിയബിൾസ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ആകെ ഒരു ടെമ്പററി വേരിയബിളേ ഉള്ളൂ.
നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ അകത്ത് ഒഴിവാക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും ഒഴിവായിപ്പോയി. എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നതാണെന്ന് നോക്കിയേ. temp 1 ഈക്വൽ ടു ഇൻ ടു റിയൽ ഓഫ് 60 എന്ന് വെച്ചാൽ ഈ 60നെ റിയലായിട്ട് കൺവേർട്ട് ചെയ്ത് അതൊരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് പകരം ആ സ്റ്റെപ്പ് ഒഴിവാക്കി ഡയറക്റ്റ്ലി ഈ 60 റിയലാക്കി കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ആ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ഒഴിവാക്കാം. ഓരോ പ്രാവശ്യം ഇങ്ങനെ കൺവേർഷൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് 60 നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു? റിയൽ വാല്യൂ ആക്കി 60.0 ആക്കി റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ ഈ ടെമ്പററി വേരിയബിൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ID3 ഇൻറ്റു temp 1 ചെയ്യണം. ഈ temp 1 എന്തായിരുന്നു വാല്യൂ ഉള്ളത്? ഈ 60യുടെ കൺവേർട്ടഡ് വാല്യൂ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കുമ്പോൾ പകരം നമ്മൾ 60.0 കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ID3 ഇൻറ്റു temp 1 പകരം എന്ത് കൊടുത്താൽ മതി? 60.0 കൊടുത്താൽ മതി. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഒരു ടെമ്പററിയിലേക്ക് അസൈൻ ചെയ്യാണ് ഇവിടെ ചെയ്തത്. ഇവിടെ നമുക്കത് സെക്കൻഡ് ടെമ്പററി ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് ടെമ്പററി നമ്മൾ ഓൾറെഡി ഒപ്റ്റിമൈസ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ടെമ്പററി നമുക്ക് യൂസ് വരുന്നേ ഇല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ക്യാൻ ബി അസൈൻ ടു temp 1. അപ്പോൾ ഈ temp 1 ഉണ്ടായിരുന്നത് 60ൻ്റെ കൺവേർഷൻ ആയിരുന്നു. 60യുടെ കൺവേർഷൻ നമ്മൾ എടുത്ത് കളയുന്നു. അപ്പോൾ ആ temp 1 ഇപ്പോൾ യൂസ് ഇല്ലാണ്ടായി. അപ്പോൾ temp 1 ഈസ് ഫ്രീ. അപ്പോൾ ഈ temp 1 പകരം നമ്മൾ ഈ കൺവേർഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഡയറക്റ്റ്ലി അങ്ങോട്ടേക്ക് ഇൻസ്ട്രക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ആ കൺവേർഷൻ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ID3 ഇൻറ്റു 60.0 ആയി റൈറ്റ് സൈഡ് മാറി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് temp 1 ഫ്രീ ആയതുകൊണ്ട് ഫസ്റ്റ് ടെമ്പററി വേരിയബിൾ temp 1 നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സെക്കൻഡ് സ്റ്റെപ്പ് വരെ എത്തി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ID2ൻ്റെ കൂടെ ഈ ടെമ്പറിലുള്ള വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ID2 അവിടെ അങ്ങനെ തന്നെയുണ്ട്. അതിലൂടെ എന്താ ആഡ് ചെയ്യണം? ഇവിടെ temp 2 ആയിരുന്നു. ഇവിടെ വരുമ്പോൾ എന്തായി മാറി? temp 1 ആയിട്ട് മാറി. സോ temp 1 എടുത്ത് ആഡ് ചെയ്യുക. ഇനി ആ റിസൾട്ട് നമ്മളിവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത് temp 3യിലേക്കാണ്. എന്നിട്ട് temp 3യിലുള്ള വാല്യൂ നമ്മൾ എങ്ങോട്ടേക്ക് എടുത്തിട്ടു? ID1ലേക്ക് അസൈൻ ചെയ്തു. അപ്പോൾ ഈ temp 3യിൽ സ്റ്റോർ ചെയ്തിട്ട് temp 3ന്ന് വീണ്ടും എടുത്ത് ID1ലേക്ക് അസൈൻ ചെയ്യുന്നതിന് പകരം നേരിട്ട് ID1ലേക്ക് അസൈൻ ചെയ്താൽ ഒരു ടെമ്പററി കൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ID2 പ്ലസ് temp 2 ഈക്വൽ ടു temp 3 ഇടുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ്ലി ഈ ID1 temp 3ക്ക് പകരം യൂസ് ചെയ്യാം. അപ്പോൾ ID1 ഈക്വൽ ടു ID2 പ്ലസ് temp 1. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന ഇൻ്റർമീഡിയറ്റ് കോഡിനെ നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കി റിഡ്യൂസ് ചെയ്ത് കിട്ടി. അത് മാത്രമല്ല ഇവിടെ നമുക്ക് 3 ടെമ്പററി വേരിയബിൾസ് ഉണ്ടായിരുന്നു. ടെമ്പററി 1, 2, 3. ഇവിടെ വന്നപ്പോൾ എന്താ മാത്രമായി? ഒരെണ്ണം മാത്രമായിട്ട് മാറി. അപ്പോൾ അതാണ് കോഡ് ഓപ്റ്റിമൈസേഷൻ എന്ന സ്റ്റെപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള ടാസ്ക്. അപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ അല്ല ടെമ്പററി വേരിയബിൾസിനെ നമ്മൾ ഒഴിവാക്കി നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ മാക്സിമം ഓപ്റ്റിമൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. നോർമലി ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ നമ്മൾ 3 അഡ്രസ് കോഡോ എന്തെങ്കിലും മെത്തേഡ്സ് ഉപയോഗിച്ച് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ സ്റ്റേറ്റ്മെൻറ്റ്സ് വരാം. അപ്പോൾ അത് ആ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാന്നുള്ളത് കോഡ് ഓപ്റ്റിമൈസേഷൻ്റെ ഒരു ടാസ്ക് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഉണ്ടോ, കമ്പൈലർ ക്യാൻ റെഡ്യൂസ് ദാറ്റ് ദ കൺവേർഷൻ ഓഫ് 60 ഫ്രം ഇൻറ്റിജർ ടു റിയൽ റെപ്രസെൻറ്റേഷൻ ക്യാൻ ബി ഡൺ വൺസ് ആൻഡ് ഫോർ ഓൾ അറ്റ് ദ കമ്പൈൽ ടൈം. സോ ആ ഓപ്പറേഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആ കൺവേർട്ടഡ് വാല്യൂ കീപ്പ് ചെയ്യാം. പിന്നെ സെക്കൻഡ് ഓപ്ഷനോട് പറഞ്ഞേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ബിസൈഡ്സ് temp 3 ഈസ് യൂസ്ഡ് ഓൺലി വൺസ് ടു ട്രാൻസ്മിറ്റ് ഇറ്റ്സ് വാല്യൂ ടു ID1. അപ്പോൾ ഈ temp 3 നമ്മളിവിടെ temp 3യിലേക്ക് ഈ വാല്യൂ അസൈൻ ചെയ്തു. എന്നിട്ട് ആ വാല്യൂ എടുത്ത് ID1ലേക്ക് അസൈൻ ചെയ്തു. അപ്പോൾ അല്ലാണ്ട് നമ്മൾ വേറെ temp 3നെ യൂസ് ചെയ്യുന്നേ ഇല്ല. സോ നമുക്കതിനെ ഒഴിവാക്കി കഴിഞ്ഞ് ഈ ID1 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും റിസൾട്ട് സെയിം തന്നെയായിരിക്കും. സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് നീഡഡ്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ ഒഴിവാക്കുന്നു. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൺവേർഷൻ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ടെമ്പററി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 60 കീപ്പ് ചെയ്യുന്നതിന് പകരം 60.0 അല്ലെ 60.0 എന്ന് പറഞ്ഞാൽ റിയൽ വാല്യൂ നമ്മളവിടെ ഇൻസ്ട്രക്ഷൻസിൽ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് കോഡ് ഓപ്റ്റിമൈസേഷൻ. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് കോഡ് ജനറേഷൻ. സോ ഇറ്റ്സ് ഫൈനൽ ഫേസ് ഓഫ് ദ കമ്പൈലർ. ഇറ്റ്സ് എ ജനറേഷൻ ഓഫ് ടാർജറ്റ് കോഡ്. നമ്മളുടെ എന്താണോ ടാർജറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, മെഷീൻ കോഡാണെങ്കിൽ അങ്ങനെ, അപ്പോൾ അത് ഏത് മെഷീൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡാണോ അല്ലെ ടാർജറ്റ് കോഡാണോ എക്സ്പെക്ട് ചെയ്യുന്നത് ആ കോഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോഡ് ജനറേഷൻ്റെ പർപ്പസ്. അപ്പോൾ നമ്മൾ ഈ ഓപ്റ്റിമൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഈ 2 ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മളുടെ കോഡ് ജനറേഷൻ ഫേസിൻ്റെ ഇൻപുട്ട്. അപ്പോൾ ഈ 2 ഇൻസ്ട്രക്ഷൻസിനെ ഏതെല്ലാം മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് റൺ ചെയ്യിച്ചെടുക്കാൻ പറ്റും. സോ ഇറ്റ് കൺസിസ്റ്റ് നോർമലി ഓഫ് റീലൊക്കേറ്റബിൾ മെഷീൻ കോഡ് അല്ലെങ്കിൽ അസംബ്ലി കോഡ്. അപ്പോൾ ഇവിടെ ഓരോ വേരിയബിൾസിനും കറസ്പോണ്ടിങ് ആയിട്ട് മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ ചൂസ് ചെയ്യണം. അല്ല രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതൊക്കെ രജിസ്റ്ററിൽ ഏതൊക്കെ വാല്യൂസ് ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോൾ രജിസ്റ്ററിലെ വാല്യൂ എങ്ങനെയെല്ലാം അപ്ഡേറ്റ് ആവും. ഈ ഡിസിഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫേസിൽ എടുക്കണം. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് കഴിഞ്ഞ് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ആ കോഡിനെ അതിലെ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ശരിക്കും മെഷീൻ ഇൻസ്ട്രക്ഷനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് മെഷീനിലേക്കാണോ നമ്മൾ ടാർജറ്റ് കോഡ്
എക്സ്പെക്ട് ചെയ്യുന്നത്. ആ മെഷീൻ്റെ ആർക്കിടെക്ചർ അനുസരിച്ച് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉപയോഗിച്ച് വേണം നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻ ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ കോഡ് ഓപ്റ്റിമൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഏത് ടാർഗറ്റ് മെഷീനിലാണോ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതാണ് നമ്മളുടെ കോഡ് ജനറേഷൻ എന്ന സ്റ്റെപ്പിൻ്റെ പർപ്പസ്. സോ ഇൻ്റർമീഡിയറ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ ഈച്ച് ട്രാൻസ്ലേറ്റഡ് into a sequence of machine instructions that perform the same task. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അസൈൻമെൻറ്റ് ഓഫ് വേരിയബിൾസ് ടു രജിസ്റ്റേഴ്സ്. നമ്മൾ ഈ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ രജിസ്റ്റേഴ്സ് ഉപയോഗിച്ചായിരിക്കും പ്രോസസ്സിങ് നടക്കുന്നത് ഇൻസ്ട്രക്ഷനിൽ. അപ്പോൾ ഏതെല്ലാം വേരിയബിൾസിനെ ഏതെല്ലാം രജിസ്റ്റേഴ്സിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. നമ്മളുടെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള കോഡാണ് ഈ കാണുന്നത്. temp1 ഈക്വൽ ടു ID3 × 60.0, ID1 ഈക്വൽ ടു ID2 പ്ലസ് temp1. ഇനി ഇതിനെ നമുക്ക് മെഷീൻ കോഡിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ഇൻസ്ട്രക്ഷൻസിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ 2 രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഒന്ന് R2 ഒന്ന് R1. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് നോക്കാം. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ F യൂസ് ചെയ്യുന്നുണ്ട്. F എന്ന് പറഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ഉപയോഗിച്ചാണ് ഇൻസ്ട്രക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഓരോ ഇൻസ്ട്രക്ഷൻ്റെ കേസിലും നമുക്ക് ഫസ്റ്റും സെക്കൻഡ് കാണുന്നത്. അപ്പോൾ ആദ്യം ഒരു ഓപ്പറൻഡ് കാണും, സെക്കൻഡ് ഒരു ഓപ്പറൻഡ് കാണും. ഫസ്റ്റ് വൺ ഡിനോട്ട്സ് ദ സോഴ്സ് ആൻഡ് സെക്കൻഡ് ഡിനോട്ട്സ് ദ ഡെസ്റ്റിനേഷൻ. പിന്നെ നമ്മൾ ഈ ഹാഷ് യൂസ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 60.0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണല്ലോ, അതുകൊണ്ടാണ് ഈ ഹാഷ് സിമ്പിൾ അതിന് മുമ്പിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ആവുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു സ്റ്റെപ്പിനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. സോ temp1 ഈക്വൽ ടു ID3 × 60.0 ആണ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം ID3യിലെ വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്ക് ഇടണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ID3 ഈസ് മൂവ് ടു രജിസ്റ്റർ R2. മൂവ് F എന്ന് പറയുമ്പോൾ എന്തായി, വാല്യൂ മൂവ് ചെയ്യുക. ആ വാല്യൂ എന്ത് ടൈപ്പാണ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആണ്. ഫ്രം ദ വേരിയബിൾ ID3യിലുള്ള വാല്യൂ എങ്ങോട്ടേക്ക് ഇടണം, R2 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് ഇടണം. ഇനി നമുക്ക് R2യിൽ അപ്പോൾ ID3യുടെ വാല്യൂ ഉണ്ട്. ഞാൻ അതിന് എന്തുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 60.0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഏതൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി ID3നെ എടുത്ത് R2 എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ R2യിലുള്ള ആ വാല്യൂ ഈ 60 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് #60.0, R2 ഫസ്റ്റ് വൺ ഈസ്. അപ്പോൾ ഈ റിസൾട്ട് അപ്ഡേറ്റ് ആയിട്ട് എവിടെ ഉണ്ടാവും, ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് R2യിലെ വാല്യൂ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം R2യിൽ ID3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ റിസൾട്ട് നമ്മൾ R2യിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ കഴിഞ്ഞു. ആ റിസൾട്ട് എവിടെയുണ്ട്, R2യിലും ഉണ്ട്. അപ്പോൾ temp1 എന്ന് പറഞ്ഞാൽ ആ വാല്യൂ നമ്മൾ R2 എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ഉണ്ടാവും. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് R1 എന്ന് പറഞ്ഞ രജിസ്റ്ററാണ്. അപ്പോൾ R1ലേക്ക് എന്ത് വാല്യൂ വിടണം, ആദ്യം നമ്മളുടെ ID2 സെക്കൻഡ് ഐഡൻറ്റിഫയറിലുള്ള വാല്യൂ R1 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. സോ മൂവ് F, ദാറ്റ് ഈസ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ, ID2യിലുള്ള വാല്യൂ R1ലേക്ക് ഇടുക. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്പറാണ് നമ്മൾ രജിസ്റ്ററിലാക്കി, അതായത് R1ൽ. ഇനി അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്, temp1ലുള്ള വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടത്. ഈ temp1ലെ വാല്യൂ ഇപ്പോൾ ഓൾറെഡി എവിടെയാണ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്, R2 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് നമ്മൾ temp1 ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്യേണ്ടത് ഈ ID2ൻ്റെ വാല്യൂവും temp1ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ID2 നമ്മളെടുത്ത് R1ൽ ഇട്ടു. ഈ temp1 നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത് R2ൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ആഡ് ചെയ്യേണ്ട ഏതൊക്കെ തമ്മിലായിരിക്കണം, ഈ R1ഉം ഈ R2ഉം തമ്മിൽ ആഡ് ചെയ്യുക. That is add the floating point values of R2 and R1 എന്നിട്ട് സ്റ്റോർ ദ റിസൾട്ട് ഇൻ R1. ഡെസ്റ്റിനേഷനാണ് നമ്മൾ സെക്കൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ R1ലേക്ക് ആഡ് ചെയ്ത് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ID1ൻ്റെ വാല്യൂ ആണ് എവിടെയുള്ളത്, R1ലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, മൂവ് F R1 to ID1. അപ്പോൾ R1ലുള്ള വാല്യൂ എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുക, ID1ലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ID1ൽ റിസൾട്ട് കിട്ടി, നമ്മുടെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളുടെ അസംബ്ലി ലാംഗ്വേജിൻ്റെ ഒരു ഫോമാറ്റൊക്കെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മൾ അതേപടി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഏത് ടാർഗറ്റ് മെഷീനിന് വേണ്ടിയാണോ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസിനെ ഫോമുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഓപ്റ്റിമൈസ്ഡ് കോഡിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷനും നമ്മൾ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോഡ് ജനറേഷൻ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്പറൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് വൺ ഇസ് സോഴ്സ് ആൻഡ് സെക്കൻഡ് ഇസ് ഡെസ്റ്റിനേഷൻ. പിന്നെ F നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷന് മൂവ് ആണെങ്കിൽ മൂവ് ദ വാല്യൂ ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ID3യിലെ വാല്യൂ R2ലേക്ക് ഇട്ടു, എന്നിട്ട് അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞ് റിസൾട്ട് R2ൽ അപ്ഡേറ്റഡ് ആവുന്നു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ID2ൻ്റെ വാല്യൂ R1ലേക്ക് ഇട്ടു. That is the third instruction moves ID2 into R1
ആൻഡ് ആഡ്സ് ഇറ്റ് വാല്യൂ വിത്ത് ദ പ്രീവിയസ്ലി കമ്പ്യൂട്ടഡ് വാല്യൂ ഇൻ R2. രണ്ടുകൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ റിസൾട്ട് R2 പ്ലസ് R1 എങ്ങോട്ടേക്കാണ് സ്റ്റോർ ചെയ്യുക? R1ലേക്കാണ്, അത് ഡെസ്റ്റിനേഷനിലേക്കാണ് സ്റ്റോർ ആവുക. ഇനി അപ്പോൾ R1ലുള്ള വാല്യൂ നമ്മൾ ലാസ്റ്റ് എങ്ങോട്ടേക്ക് അസൈൻ ചെയ്താൽ മതി? ID1ലേക്ക് കോപ്പി ചെയ്തെല്ലാം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടായി. അപ്പോൾ ID1 ഈക്വൽ ടു ആണല്ലോ നമ്മുടെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ID1 ഈക്വൽ ടു ID2 പ്ലസ് ടെമ്പോ ആണ്. അപ്പോൾ ഇത് ഇത്രയും കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടുക R1ലായിരിക്കും. അപ്പോൾ ഈ R1ലുള്ള വാല്യൂ നമ്മൾ ID1ലേക്ക് മൂവ് ചെയ്യാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഹാഷ് ഡിനോട്ട് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്നുള്ള ഡിനോട്ട് ചെയ്യാൻ വേണ്ടി, പിന്നെ F യൂസ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ് ആണെന്നുള്ളത് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എൻ്റെ സ്റ്റെപ്സ് ഒന്നിച്ച് നമ്മളിവിടെ കാണിച്ചേക്കാണ് ഈ ഫിഗറിനുള്ളിൽ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെക്സിക്കൽ അനാലിസിസ് ആണ്. ലെക്സിക്കൽ അനലൈസർ ചെയ്യുന്ന എന്തായിരിക്കും? ഇതിൻ്റെ അകത്തുനിന്ന് ടോക്കൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഇതിൽ 3 ഐഡൻറ്റിഫയേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യും. അതുകൊണ്ടാണ് ID1 ഈക്വൽ ടു ID2 പ്ലസ് ID3 ഇൻറ്റു 60. ഇതാണ് ID1, ഇതാണ് ID2, ഇതാണ് ID3. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിൻടാക്സ് അനാലിസിസ് ആണ്. അപ്പോൾ ഈ ലെക്സിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ടോക്കൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി സിൻടാക്സ് അനലൈസർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ടോക്കൺസിനെ കമ്പൈൻ ചെയ്തേക്കുന്നത് സിൻടാക്റ്റിക്കലി കറക്റ്റായിട്ടാണോ അല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ടാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. നമ്മൾ ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചാണ്, ലാംഗ്വേജിൻ്റെ സോഴ്സ് പ്രോഗ്രാം ലാംഗ്വേജ് എന്താണോ അതിൻ്റെ സിൻടാക്റ്റിക് റൂൾസ് അനുസരിച്ചാണോ ഇതിനെ ഈ ടോക്കൺസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ CFG ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതൊരു പാഴ്സ് ട്രീ ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക. ഈ ഒരു ഇൻസ്ട്രക്ഷൻ വാലിഡ് ആയിട്ടാണോ ഫോം ചെയ്തിട്ടുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. സോ ID1 ഈക്വൽ ടു ID2 പ്ലസ് ID3 ഇൻറ്റു 60. ഈ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെമാൻറ്റിക് അനാലിസിസ് ആണ്. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെക്കിംഗ് ആണ്. ഓപ്പറേഷൻസിൻ്റെ കേസിൽ ഓപ്പറാൻസ് രണ്ടുപേരും കോമ്പാറ്റബിൾ ആണോ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ അവരെ ടൈപ്പ് എന്തെങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. കോമ്പാറ്റബിൾ അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈപ്പ് കൺവേർഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 3 ഐഡൻറ്റിഫയേഴ്സും റിയൽ ടൈപ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ 60 എന്ന് പറഞ്ഞ ഇൻറ്റിജറിനെ നമുക്ക് റിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു മെത്തേഡ് കൂടി യൂസ് ചെയ്തു ഇൻ ടു റിയൽ കൺവേർഷന് വേണ്ടി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഫസ്റ്റ് 3 അനാലിസിസ് സ്റ്റെപ്സും കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്തായിരിക്കും ചെയ്യുക? ഈ ഒരു പർട്ടിക്കുലർ സെമാൻറ്റിക് അനാലിസിസ് കഴിഞ്ഞിട്ടുള്ള പാർട്സ് ട്രീയിൽ നിന്ന് ഓരോ ഓപ്പറേഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു റിയലിന് വേണ്ടി ഒരു ഇൻസ്ട്രക്ഷൻ, മൾട്ടിപ്ലിക്കേഷന് വേണ്ടി അടുത്ത ഇൻസ്ട്രക്ഷൻ, അഡീഷന് വേണ്ടി അടുത്ത ഇൻസ്ട്രക്ഷൻ, പിന്നെ അസൈൻമെൻറ്റിന് വേണ്ടി അടുത്ത ഇൻസ്ട്രക്ഷൻ. അങ്ങനെ 4 ഇൻസ്ട്രക്ഷൻസ് ഫോം ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കോഡ് ഓപ്റ്റിമൈസർ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ടെമ്പററി വേരിയബിൾസിലെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ ഒഴിവാക്കി ആ കോഡിനെ ഓപ്റ്റിമൈസ് ചെയ്ത് 4 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് 2 സ്റ്റേറ്റ്മെൻറ്റാക്കി മാറ്റി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോഡ് ജനറേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രജിസ്റ്റേഴ്സൊക്കെ ഉപയോഗിച്ച് ഓരോ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് ഏതൊക്കെയാണോ അതിൻ്റെ വാല്യൂസ് രജിസ്റ്റേഴ്സിലൊക്കെ മൂവ് ചെയ്ത് നമ്മളുടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്ത് ഫൈനൽ റിസൾട്ട് നമ്മൾ ID1ലേക്ക് തിരിച്ച് മൂവ് ചെയ്ത് ഈ സെറ്റ് 5 ഇൻസ്ട്രക്ഷൻസ് വഴി ഉപയോഗിച്ച് 5 മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സിലെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം നമ്മൾ സിമ്പിൾ ടേബിളിൻ്റെ വാല്യൂ. സിമ്പിൾ ടേബിൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? ഇറ്റ്സ് എ ഡേറ്റ സ്ട്രക്ചർ. അതിൽ ഓരോ റെക്കോർഡും ഓരോ ഐഡൻറ്റിഫയറിന് വേണ്ടിയായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 3 ഐഡൻറ്റിഫയേഴ്സ് ഉണ്ടാവുന്നതുകൊണ്ട് 3 റോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊസിഷൻ എന്ന് പറഞ്ഞ ഐഡൻറ്റിഫയറിനെ പറ്റിയുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ വാല്യൂ, അതിൻ്റെ സ്കോപ്പ്, അങ്ങനെ സ്റ്റോറേജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫസ്റ്റ് റോയിൽ ഉണ്ടായിരിക്കും. അതുപോലെ സെക്കൻഡ് ഐഡൻറ്റിഫയറിൻ്റെ സെക്കൻഡ് റോയിൽ, തേർഡ് ഐഡൻറ്റിഫയറിൻ്റെ തേർഡ് റോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കൺവേർഷൻ പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഫസ്റ്റ് 3 അനാലിസിസ്, ദെൻ 3 സ്റ്റെപ്പ് ഓഫ് സിന്തസിസ്. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ ഈ ഒരു സെറ്റ് ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഫ്രം സോഴ്സ് പ്രോഗ്രാം ടു ടാർഗറ്റ് കോഡ്. അപ്പോൾ ഇതാണ് ലെക്സിക്കൽ നമ്മുടെ കമ്പൈലറിൻ്റെ ഫേസസ് എന്ന് പറയുന്നത്. 6 ഫേസസ് ആണുള്ളത്. അപ്പോൾ എല്ലാ ഫേസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി മുമ്പോട്ട് പഠിക്കും. സോ ദാറ്റ്സ് ഓൾ ഓഫ് ദ ഫേസസ് ഓഫ് എ കമ്പൈലർ. താങ്ക് യു.